കാർഷിക വാർത്തകൾ. ഓണക്കാല വിപണി ഇടപെടലിന് 20 കോടിയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകി സംസ്ഥാന കൃഷി വകുപ്പ്. വിപണിയിലെ വിലയിടിവ് മൂലം കർഷകർക്കുണ്ടാകുന്ന നഷ്ടം കുറയ്ക്കുകയും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യം. ഓണക്കാലത്ത് വിപണിയിലെ വിലയിടിവ് മൂലം കർഷകർക്കുണ്ടാകുന്ന നഷ്ടം കുറയ്ക്കുകയും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ നിരക്കിൽ ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കർഷകരിൽ നിന്ന് വിവിധ കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും ഓണക്കാലത്ത് സംസ്ഥാന വ്യാപകമായി വിപണി ഇടപെടൽ നടത്തി വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുമായി ഓണച്ചന്തകൾ സംഘടിപ്പിക്കുന്നതിനുമുള്ള ചെലവുകളാണ് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഹോർട്ടികോർപ്പ് മുഖേന കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിന് 6.98 കോടി രൂപ വകയിരുത്തി. കേരഫെഡ് മുഖേന പച്ചത്തേങ്ങ സംഭരണത്തിന് 2 കോടി, സംസ്ഥാനത്തുടനീളം ഓണച്ചന്തകൾ സംഘടിപ്പിക്കുന്നതിന് 10.24 കോടി എന്നിവ അനുവദിച്ചിട്ടുണ്ട്. കേരള ഫാം ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പദ്ധതിയിൽ താങ്ങുവില ഇനത്തിൽ 75 ലക്ഷം, തേങ്ങാ സംഭരണ സമിതിയുടെ പ്രവർത്തന ചെലവിനായി 2.82 ലക്ഷം വകയിരുത്തിയെന്നും മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. പദ്ധതിയുടെ സമയബന്ധിതവും കാര്യക്ഷമവുമായ നിർവഹണം ഉറപ്പാക്കുന്നതിനായി നിർവഹണ ഏജൻസികൾ ത്രൈമാസ പുരോഗതി റിപ്പോർട്ടുകൾ സമർപ്പിക്കണം. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഹോർട്ടികോർപ്പിന് അനുവദിച്ച ആകെ തുകയിൽ 1 കോടി രൂപ സാമ്പത്തിക വർഷം അവസാനമായതിനാൽ വിനിയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ തുക ഈ വർഷം മുൻകൂറായി അനുവദിച്ചതിനു പുറമെയാണ് ഇപ്പോൾ 6.98 കോടി രൂപയ്ക്ക് കൂടി ഭരണാനുമതി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പഞ്ചസാര വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ കർശന നടപടി. നവംബർ വരെ പരമാവധി 400 ടൺ പഞ്ചസാര മാത്രം കൈവശം വയ്ക്കാൻ വ്യാപാരികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. രാജ്യത്ത് പഞ്ചസാരയുടെ കൃത്രിമക്ഷാമവും വിലക്കയറ്റവും തടയാൻ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയന്ത്രണം. രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് ഒരേ സമയം പരമാവധി 400 ടൺ അഥവാ 4000 ക്വിന്റൽ വരെ മാത്രമേ സ്റ്റോക്ക് സൂക്ഷിക്കാനാകൂ. ഈ നിയന്ത്രണം നവംബർ 30 വരെ പ്രാബല്യത്തിൽ തുടരും. ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം ജൂലൈ 28 പുറത്തിറക്കിയ ഗസറ്റ് വിജ്ഞാപനത്തിലാണ് പുതിയ ഉത്തരവ്. പുതിയ ഉത്തരവ് പ്രകാരം വ്യാപാരികൾക്ക് ലഭിക്കുന്ന ഓരോ പഞ്ചസാര സ്റ്റോക്കും 30 ദിവസത്തിനുള്ളിൽ വിറ്റഴിക്കണം. സ്റ്റോക്ക് ലഭിച്ച ദിവസം മുതൽ തന്നെ ഈ കാലാവധി കണക്കാക്കും. നിലവിൽ അനുവദിച്ച പരിധിയേക്കാൾ കൂടുതൽ സ്റ്റോക്കുള്ളവർ ഓഗസ്റ്റ് 1 അധിക സ്റ്റോക്ക് ഒഴിവാക്കണം. ഓഗസ്റ്റ് 1 മുതൽ ഉത്തരവ് കർശനമായി നടപ്പിലാക്കും. ആവശ്യമെങ്കിൽ 400 ടൺ എന്ന പരിധി അതത് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കുറയ്ക്കാനും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. കൂടാതെ എല്ലാ പഞ്ചസാര വ്യാപാരികളും തങ്ങളുടെ സ്റ്റോക്ക് വിവരങ്ങൾ എല്ലാ ആഴ്ചയും സർക്കാർ പോർട്ടലിൽ നിർബന്ധമായും രേഖപ്പെടുത്തണം. പൊതുവിതരണ സംവിധാനമായ PDS വഴി വിതരണം ചെയ്യുന്നതിനായി സർക്കാർ അക്കൗണ്ടിലോ സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്ത ഡീലർമാരുടെ കൈവശമോ ഉള്ള പഞ്ചസാര സ്റ്റോക്കുകൾക്ക് ഈ നിയന്ത്രണം ബാധകമല്ല. പഞ്ചസാര പൂഴ്ത്തിവയ്ക്കൽ തടയുക, ഊഹക്കച്ചവടം നിയന്ത്രിക്കുക, വിപണിയിൽ ആവശ്യത്തിന് പഞ്ചസാര ലഭ്യമാക്കുക, സാധാരണ ഉപഭോക്താക്കൾക്ക് ന്യായവില ഉറപ്പാക്കുക എന്നിവയാണ് പുതിയ നടപടിയുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. രാജ്യത്ത് പഞ്ചസാരയ്ക്ക് ക്ഷാമമില്ലെന്ന് വ്യവസായ സംഘടനകളായ ISMA, NFCSF എന്നിവ ആവർത്തിച്ചു. ആവശ്യമായ ഊഹക്കച്ചവടവും അമിത വാങ്ങലും ഒഴിവാക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. രാജ്യത്തിന് ആവശ്യമായ പഞ്ചസാര ലഭ്യമാണെന്നും വിപണിയിലെ സാഹചര്യം സർക്കാർ അടുത്തുതന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഭക്ഷ്യമന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സംസ്ഥാനത്ത് കൃഷി ചെയ്യാതെ കിടക്കുന്ന തരിച്ചു നിലങ്ങൾ വീണ്ടും കൃഷിയോഗ്യമാക്കി ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ സമഗ്ര പദ്ധതി നടപ്പിലാക്കുന്നു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് വർഷങ്ങളായി കൃഷി ചെയ്യാതെ കിടക്കുന്ന തരിശു നിലങ്ങൾ വീണ്ടും കൃഷിയോഗ്യമാക്കി ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ സമഗ്ര പദ്ധതിയുമായി രംഗത്തെത്തി. നെല്ലുൾപ്പെടെയുള്ള ഭക്ഷ്യവിളകളുടെ കൃഷി വ്യാപിപ്പിച്ച് സംസ്ഥാനത്തിന്റെ ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്തുകയും കാർഷിക മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനത്ത് ഏകദേശം 1 ലക്ഷം ഹെക്ടറിലധികം കൃഷിഭൂമി നിലവിൽ തരിശായി കിടക്കുന്നതായാണ് കണക്കാക്കുന്നത്. ഇതിൽ ഗണ്യമായ വിസ്തീർണം ഘട്ടം ഘട്ടമായി വീണ്ടും കൃഷിയിലേക്ക് കൊണ്ടുവരാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇതിനായി ഭൂവുടമകളുടെ ഉടമസ്ഥാവകാശം സംരക്ഷിച്ചുകൊണ്ട് കർഷകർ, കർഷക കൂട്ടായ്മകൾ, കാർഷിക സംരംഭകർ, യുവജനങ്ങൾ, പ്രവാസി നിക്ഷേപകർ എന്നിവരുടെ പങ്കാളിത്തം ഉറപ്പാക്കും. കൃഷിക്ക് അനുയോജ്യമായ ഭൂമി കണ്ടെത്തൽ, ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, മണ്ണിന്റെ ഗുണനിലവാരം പരിശോധിക്കൽ, യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കൽ, വിത്ത്, വളം, സാങ്കേതിക സഹായം എന്നിവയും പദ്ധതിയുടെ ഭാഗമായി ലഭ്യമാക്കും.
കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന കൃഷിരീതികൾക്കും പ്രത്യേക പ്രാധാന്യം നൽകും. കേരളം ഭക്ഷ്യധാന്യങ്ങൾക്ക് വലിയ തോതിൽ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. തരിശുനിലങ്ങൾ വീണ്ടും കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനം വർദ്ധിക്കുമെന്നും ഭക്ഷ്യസുരക്ഷ കൂടുതൽ ശക്തമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കാനും കർഷകരുടെ വരുമാനം ഉയർത്താനും ഈ പദ്ധതിക്ക് കഴിയുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.